അപ്പോൾ ഇന്നത്തെ വീഡിയോ നന്ദൂട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അവനിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ചെവി വേദനയായിട്ട് മരുന്ന് ഒഴിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പോണില്ല, അവരച്ഛനും മോനും കൂടിയിട്ടാണ് പോകണം കേട്ടോ. വീഡിയോ എടുത്തിട്ട് വരാമെന്നൊക്കെ എന്നോട് പറഞ്ഞ് വല്ല വീം പഠിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല, കാരണം ഏട്ടനല്ല പോകണം, ഏട്ടനൊന്നും അങ്ങനെ എടുക്കുകയൊന്നുമില്ല. നമ്മൾ എടുക്കണ പോലെ ഒന്നും ഇപ്പോൾ അവരെടുക്കില്ലല്ലോ. അപ്പോൾ അവൻ വീട്ടിലിരുന്ന ചെരുപ്പിട്ടിട്ട് ഇറങ്ങിക്കേട്ടോ. പോയി നല്ല ചെരുപ്പിട്ടിട്ട് വാടാന്ന് ഏട്ടൻ പറഞ്ഞിട്ട് കയറി വന്ന് പിന്നെയും ചെരുപ്പിട്ടിട്ട് പോവുക കേട്ടോ. അപ്പോഴേക്കും ഏട്ടന് എന്തോ ഫോൺ വന്നിട്ട് അതിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനോട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ശശിയായിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവൻ പോയിട്ട് വരട്ടെ അല്ലേ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിച്ച് റെഡി ആയിട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ശ്രീക്കൂനെയൊക്കെ കുളിപ്പിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോൾ അവൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ പത്തിരിയും ബീഫ് കറിയായിരുന്നു. അവളങ്ങനെ പൊതുവെ രാവിലെ കഴിക്കൽ കുറവാട്ടോ. അപ്പം ഞാൻ അവൾ വിശന്നപ്പോൾ പൊട്ടറ്റോ ചിപ്സ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ അമ്മ ഇപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ വറുക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തത്, അപ്പോൾ ഞാൻ മീനൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കറിയൊന്നും വെച്ചില്ല കേട്ടോ. ഇന്നലെ രാത്രി സാമ്പാറും ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വെച്ചപ്പോൾ തന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചു, രാവിലെ പലഹാരം ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, പുറത്തുനിന്ന് വാങ്ങുക ചെയ്തു പത്തിരിയും ബീഫും. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീനാണ് കേട്ടോ, പുതിയ അപ്പളൊക്കെ വരാം. അപ്പോൾ അത് വറുത്തെടുത്തിട്ട് വേണം ശിക്കുവിന് കൊടുക്കാൻ ചോറ്. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് ഉപ്പേരി കേട്ടോ. മീൻ ആദ്യം ഇട്ടത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയി, ഞാൻ അവളുടെ അടുത്ത് പോയി വരുമ്പോഴേക്കും രണ്ടാമത് ഇട്ടിക്കുകയാണ് കേട്ടോ. ഇനി അത് കരിയാതെ നോക്കണം. അതിന് ഇവളുടെ പിന്നാലെ ഓടുമ്പോൾ എപ്പോഴും ശ്രദ്ധ കിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ഷീക്കുമാനിക്ക് ചോറ് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചോറും മീൻ കറി ഇല്ല കേട്ടോ, മീൻ വറുത്തതും ഇത്തിരി ക്യാബേജ് ഉപ്പേരിയും കുറച്ച് സാമ്പാറൊക്കെ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ഇത്ര ചോറൊന്നും ഉണ്ടില്ല കേട്ടോ, വെറുതെ എടുത്തിട്ട് പോവാൻ. ഞാൻ മീൻ കഴിക്കും, മീൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചോറ് ഒരു 2-3 വായോ അത്ര കഴിച്ചാലായി. അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. പിന്നെ ഞാനും അവളും തമ്മിൽ ഗുസ്തി പിടിക്കണം. പിന്നെ ഇത്തിരി നേരമൊക്കെ ഫോണൊക്കെ വെച്ച് കൊടുക്കൂട്ടോ. ഫോൺ വെച്ച് കൊടുത്താലും അവൾക്ക് വേണ്ടെങ്കിൽ അവൾ പുറത്തേക്കൊരു തുപ്പ. ദേഷ്യം വരും ചോറ് കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ. ഏറ്റവും വലിയ ടാസ്ക്കാണ് ഭക്ഷണം കൊടുക്കൽ. അത് ചില ദിവസം നല്ലോണം കഴിക്കും, ചില ദിവസം തീരെ കഴിക്കില്ല. ഇപ്പോൾ തീരെ കഴിക്കാതായത് അവൾക്ക് കുറച്ച് ദിവസം മുന്നേ ചുമ വന്നു, ചുമയും പനിയൊക്കെ വന്നു. അതിന് ശേഷമാണ് അവൾ ഒന്നും കഴിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഹാളിൽ ഇരുത്തി കൊടുക്കുകയാണ്, ടി വി കാണില്ലേ, എവിടെയെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു വായ കഴിച്ചു കേട്ടോ. പിന്നെ കഴിക്കലൊക്കെ ഇനി കണ്ടറിയാം എന്താവും എന്നുള്ളത്. ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ടി വിയിൽ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടും അമ്മയുടെ പൊന്നല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയുടെ പൊന്നല്ല എന്നൊക്കെ ഇപ്പം ഇങ്ങോട്ട് പറയും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നന്ദൂട്ട അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം വിളിച്ച് നമ്മൾ വിളി കേട്ടോ, പിന്നെ ഒന്നും മിണ്ടില്ല കേട്ടോ. നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഫോൺ ചോദിക്കാനാണ് വിളിക്കണത്, വേറെ ഒന്നുമല്ല. അമ്മയുടെ ഫോൺ തരുമോ, അമ്മയുടെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനാണ്, ഫോട്ടോ എടുത്തിട്ട് ഡ്രോയിങ് ചെയ്യാണ്. നാളെ അവൻ്റെ എക്സാമാണ് കേട്ടോ, ഹിന്ദിയാണ്. അപ്പോൾ എനിക്ക് എളുപ്പമാണെന്ന് പറഞ്ഞ് നടക്കുക. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, ഇപ്പോൾ ഇവളുള്ള കാരണം. അവനെ പഠിപ്പിക്കാതിരുത്തി അപ്പം അവളും കൂടെ വന്ന് അവൻ്റെ ബുക്കൊക്കെ വലിച്ച് മാന്തി ആകെ സീനാക്കും. അപ്പം അങ്ങനെ ശ്രീക്കു മാമു കഴിച്ചിട്ട് വേണം, നമുക്ക് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുക്കണം പോയിട്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പം അങ്ങനെ അവൾക്ക് ചോറ് കൊടുക്കുകയാണ്. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട്. വെറുതെ കാണിക്കുക സൂപ്പറൊന്നൊക്കെ, കഴിക്കൊന്നുമില്ല. മീൻ കഴിക്കും കേട്ടോ, മീനും ചിക്കനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചോറ് എന്താ ഇതാ കഴിക്കില്ല കേട്ടോ.
നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ, എത്രയും പെട്ടെന്ന് അതിനെ അറസ്റ്റ് ചെയ്യോ? ഓഹോ, ഞാൻ എന്താ ചെയ്യാ മുത്തശ്ശ? മുതലേനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമം എവിടെയും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാനും അവളോടൊപ്പം കുറച്ച് നേരം ഒന്ന് കാർട്ടൂണൊക്കെ കണ്ടു. വിശന്നപ്പോൾ ഒരു ജിലേബിയൊക്കെ എടുത്ത് കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അങ്ങനെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഇത് ഡ്രൈ ചെയ്യാനിടാണ് കേട്ടോ. ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, വേനൽക്കാലം ഇതൊന്നും. പക്ഷേ എന്താ പറയുക, ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചിലത് ഉണങ്ങില്ലല്ലോ, കട്ടിയുള്ള തുണികൾ ഉണങ്ങാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഫുള്ളിങ്ങനെ ഒന്നും ചെയ്ത് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ കഴുകിയിട്ട് അങ്ങനെ ഇടും. ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്കത് എളുപ്പം. അതിൻ്റെ ഇടയിൽ അവ ഓരോന്നിരുന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. നന്ദുട്ടനെ വീഡിയോ എടുത്ത് തരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഇട്ടു. ഇനിയൊരു 10 മിനിറ്റ് അതിൽ കിടക്കട്ടെ. അപ്പോഴേക്കും ഡ്രൈ ഒക്കെ ആയിട്ടോ. പിന്നെ തുണികളൊക്കെ എടുത്ത് ഓരോ തുണികളായിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് മെല്ലെ പോയി വിരിക്കണം. അപ്പം നന്ദുവാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അവനെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് അവന് ഭയങ്കര ദേഷ്യം. അവരുന്ന് സിനിമ കാണുകയാണ്. അപ്പോൾ അവനെ വീഡിയോ എടുത്ത് താടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ, പാവം. അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ മങ്ങി നിൽക്കുകയാണ്, വലിയ വെയിലില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, മാവൊക്കെ വെട്ടി പാഴയൊക്കെ പൊട്ടി കിടക്കുക. പിന്നെ അത് കെട്ടാനൊന്നും നിന്നില്ല മടിച്ചിട്ട്. തുണികൾ എന്നും ഉണ്ടാവും കേട്ടോ കഴുകാൻ. ഏട്ടൻ പറയും 2 ദിവസം കൂടുമ്പോൾ കഴുകിയാൽ പോരെ, എന്തായാലും മെഷീനിലെല്ലാം ഇടുന്നത്. 2 ദിവസം ആകുമ്പോൾ ഒരു ലോഡാവും കേട്ടോ കഴുകാൻ. എന്നും ഉണ്ടാവും, എന്നും ഇല്ല എന്ന് വിചാരിച്ചാലും നമ്മളെ കൊട്ടയിൽ നോക്കുമ്പോൾ ഒരു ലോഡ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവ ഓരോന്നോരോന്ന് എടുത്ത് തരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടോ, നീ എന്നെ സഹായിക്കുന്നുണ്ടെന്ന് ആൾക്കാരറിയാൻ വേണ്ടിയിട്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊണ്ട് തരികയാണ് കേട്ടോ. നല്ല കുട്ടി എന്നൊക്കെ ഞാൻ പറയാൻ കേട്ടോ. നല്ല കുട്ടി, അമ്മേനെ സഹായിക്കുക, നല്ല മോളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊക്കി കൊടുക്കുന്നുണ്ട്. അവൻ ബക്കറ്റ് അടക്കാൻ എടുത്തിട്ട് പോകാം കേട്ടോ. ഒരു കാര്യം ചെയ്യാൻ നിന്നാൽ പിന്നെ സഹായത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഉപദ്രവമായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നിനും വിളിക്കാറൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു ലോഡ് തുണി മടക്കാൻ കിടക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ഒരു കസേരയുടെ കാര്യം, അതിപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കുന്നത്. അതിന് മടക്കാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ മടിയാവും നമുക്ക്. മടക്കി ഇനി അത് 4 പാർട്ടാക്കി വെച്ച് അലമാരയിൽ കൊണ്ടുവച്ച് അവരച്ഛൻ്റെയും മോൻ്റെയും ഒരു അലമാരയിൽ വെക്കണം, ഞങ്ങളുടെ 2 പേരും ഒരു അലമാരയിൽ വെക്കണം. അതങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ മടിയാവും കേട്ടോ. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടും. അപ്പം അങ്ങനെ എനിക്ക് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മോടും നന്ദുവിനോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ വേണ്ട വെറും ചോറ്. അപ്പോൾ ശ്രീക്ക് ഉറക്കം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ചോറിനിട്ട് അവളെ കൊണ്ടുപോയി ഉറക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ വന്നിട്ട് പറയട്ടെ, അമ്മ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പിന്നെ എന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. പിന്നെ എടുത്ത ചോറ് അടച്ച് വെച്ചിട്ട് ഞാൻ പോയി അവളെ ഉറക്കേണ്ടി വരും. പിന്നെ വന്നാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഒക്കെ ആയിരിക്കില്ലേ, അപ്പോൾ എന്നാൽ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നന്ദുവിന് ഇനിയിപ്പോൾ അമ്മ കഴിക്കുമ്പോൾ അമ്മ അവനെ വിളിച്ചിട്ട് അമ്മ അവനും കൂടി കഴിക്കും. അവന് ഏട്ടൻ വരാണ്ട്, ഏട്ടൻ മണ്ണാർക്കാട് വരെ പോയിക്കാണ്. അപ്പോഴേക്കും ഞാൻ അവളൊക്കെ ഉറക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഭയങ്കര വാശിയാവും. അപ്പോൾ ഇത് സാമ്പാറിട്ട്, എനിക്ക് വറുത്തരച്ച സാമ്പാർ ഭയങ്കര ഇഷ്ടമാട്ടോ. സാധാ സാമ്പാറിനേക്കാളും ഇഷ്ടം വറുത്തരച്ച സാമ്പാറാട്ടോ. ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ സാധാ സാമ്പാർ വെച്ച അച്ഛനൊന്നും ഇഷ്ടമില്ല കേട്ടോ ചോറ് കൂട്ടി കഴിക്കാൻ. വറുത്തരച്ച സാമ്പാറാണെങ്കിൽ കഴിക്കും കേട്ടോ പിന്നെ. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് വേണം, എനിക്ക് എല്ലാത്തിനും നല്ല ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പില്ല. അവന് ഉപ്പും പാത്രം തുറന്നിട്ട് ഉപ്പ് ഇടുകയാണ് കേട്ടോ. എന്നാൽ ഇത്രയൊക്കെ ഉപ്പ് തിന്നുണ്ടെങ്കിലും എനിക്ക് പ്രഷർ ഡൗൺ ആവുക ചെയ്യുക കേട്ടോ. എപ്പോഴും എനിക്ക് ഡൗൺ ആയിട്ട് വരിക ചെയ്യുക, തല ചുറ്റിൽ ഇങ്ങനെ വരും. അപ്പോൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കും, ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ ഇത്ര ചോറ് ഉണ്ടാലും നമുക്ക് എന്താ എടുത്താലും ഉണ്ണാൻ തോന്നില്ല. അപ്പോഴേക്കും ഏട്ടൻ പായസം കൊണ്ടുവന്നിട്ടോ. പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് അല്ലേ, അതും പരിപ്പ് പായസം എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. നല്ല കണ്ടപ്പോൾ നല്ലൊരു ഗുമ്മ് തോന്നി. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കൊണ്ടുവന്നാൽ നമ്മുടെ മക്കൾ നമ്മുടെ പിന്നീന്ന് മാറില്ലല്ലോ അല്ലേ. എല്ലാ വീട്ടിലും അങ്ങനെയല്ലേ. അപ്പം നന്ദു വന്ന് ഇങ്ങനെ വായ തുറന്ന് നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ കവറടക്കാൻ അവൻ്റെ വായ്ക്ക് ഒറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കൊതിയൻ നന്ദു.
അപ്പം അങ്ങനെ പായസം കുടിക്കാൻ കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ കുടിച്ചപ്പോൾ കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പരിപ്പ് പായസം കുടിക്കണം. എനിക്ക് പാലാടയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പരിപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഏട്ടനും നന്ദൊന്നും പേടി കൊടുത്തില്ല കേട്ടോ ഹോസ്പിറ്റലിൽ. എനിക്ക് ഉറപ്പായിരുന്നു അവരെടുക്കില്ല എന്നുള്ളത്. ചീക്കുമണി ഞാനും കുറച്ച് നേരം ഉങ്ങാൻ പോവല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ കാണാം. ബൈ.